ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. സ്ഥിരമായി ട്രെയിലർ റിയാക്ഷൻ ചെയ്ത് ബോറടിച്ചപ്പോൾ ഞാൻ കരുതി ട്രെയിലർ ചെയ്യണ്ട, വേറെ എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യാം. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്യാമറമാൻ ഉണ്ണി പുള്ളി തന്നെ കുറേ പോസ്റ്റർ എനിക്ക് അയച്ചു തന്നു വരാൻ പോകുന്ന സിനിമകളുടെ. അപ്പോൾ പുള്ളിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആ പോസ്റ്ററുകൾ കണ്ട് ഈ സിനിമ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പോക്കെന്നുള്ള രീതിയിൽ ഒരു റിയാക്ഷൻ വേണ്ടി ചെയ്ത് നോക്കാം. സോ ഒരു 4-5 പോസ്റ്റർ എൻ്റെ ഉണ്ട്. നമുക്ക് ഓരോരോ പോസ്റ്ററായിട്ട് കണ്ടിട്ട് വരാൻ പോകുന്ന സിനിമകളെല്ലാം എന്തായിരിക്കും ഇതിൻ്റെ സ്റ്റോറി, എന്തായിരിക്കും ഇതിൻ്റെ ബേസ് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തേത് പടക്കളം. സുരാജ് ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഫാലിമിലെ പയ്യനുണ്ട്. സുരാജിൻ്റെ കയ്യിൽ ഒരു കവടിയാന്ന് തോന്നിയൊരു സാധനം ഇരിപ്പുണ്ട്. കണ്ടിട്ടൊരു ന്യൂജൻ ഒരു കോമഡി പരിപാടിയാണെന്ന് തോന്നുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസാണ്, അപ്പം പിന്നെ കോമഡി ആയിരിക്കും. 2 പകിട കാണുന്നുണ്ട്. എന്താ പകിടയുടെ കാര്യം എനിക്ക് കത്തിയിട്ടില്ല. പടക്കളം ഡയറക്റ്റഡ് ബൈ മനു സ്വരാജ്, പ്രൊഡ്യൂസ്ഡ് ബൈ വിജയ് ബാബു. ഓക്കെ, ഇൻ സിനിമാസ് മെയ് 2, 2025. സുരാജിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഒരു കോമഡി ആയിട്ട് തുടങ്ങി, പെട്ടെന്നൊരു ഷിഫ്റ്റിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റായി, പെട്ടെന്ന് ഹീറോ ആയി, പിന്നെ തുടരെ ഒരുപാട് ഹിറ്റുകൾ വന്നെങ്കിലും ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും സുരാജിൻ്റെ സിനിമകൾ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാണ്ട് പോയി. ഇപ്പം ഗിറൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹോപ്പിൽ വന്നിട്ട് ഒരു നമ്മൾ വിചാരിച്ച അത്രയും ഒരു കോമഡി വർക്കൗട്ടാത്തൊരു സിനിമയാണ്. സുരാജ് സീരിയസ് ക്യാരക്ടർ ചെയ്തു തുടങ്ങിയ ടൈം തൊട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് സുരാജ് പിന്നെയും പഴയതുപോലെ കോമഡി ചെയ്തിരുന്നെങ്കിലെന്ന്. പിന്നെ പുള്ളി സീരീസ് ചെയ്യാൻ പോയി, ഇപ്പോൾ ദാ സിനിമ വരുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇതിൽ ഷറഫുദ്ദീനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ കോമ്പിനേഷനിൽ നല്ലൊരു കോമഡി സിനിമയാണ് മൊത്തത്തിൽ ഇത് കണ്ടിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത പോസ്റ്റർ ഏതാ നോക്കാം. അഭിലാഷം കൊള്ളാം, ഭയങ്കര രസമുള്ളൊരു പോസ്റ്ററാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ട്രെയിനിൻ്റെ ബോഗിക്ക് അകത്ത് നിന്ന് നമ്മൾ പുറമേ കാണുന്നതാണ്. ഓരോ വിൻഡയിലും ഒന്നിൽ സൈജു കുറുപ്പും ഒന്നിൽ ആ ഫീമെയിൽ ആർട്ടിസ്റ്റും. അഭിലാഷം, ആ പേരിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു അഭിലാഷം എന്ന് പറഞ്ഞ ഒരു ആഗ്രഹമാണല്ലോ. എനിക്കൊന്ന് ഇവർ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അതും അതിനകത്തൊരു കത്ത് കാണുന്നുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? അതിൽ ആ ട്രെയിനിൻ്റെ ആ സൈഡിൽ ഒരു കത്തും അതിൻ്റെ പുറത്ത് എന്തോ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട്. ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ്, ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയുടെ അതുപോലെ എൻ്റെ ഫോണ്ടും മൊത്തത്തിൽ മലയാളത്തിൽ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് ഒന്നുമില്ല. എനിക്കൊന്നൊരു നല്ലൊരു ലവ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു അഭിലാഷം. സൈജു കുറുപ്പിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഹിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറവാണ്, പക്ഷേ ഭയങ്കര ഒരുപാട് ആൾക്കാർ പറയും ഒരേ തരത്തിലുള്ള അഭിനയമാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇതൊരു ഹിറ്റ് പടമാവട്ടെ, ഞാൻ ശരിക്കും ഐ ഹോപ്പ്. നല്ലൊരു ഭയങ്കര രസമുള്ളൊരു പോസ്റ്ററാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോസ്റ്ററായി നോക്കാം. റൈറ്റർ ജയസൂര്യ ഇൻ റൈറ്റർ, ഡയറക്റ്റഡ് ബൈ രവി ശങ്കർ, പ്രൊഡ്യൂസ്ഡ് ബൈ അഖിൽ ആൻഡ് ആഷിഖ്, റിട്ടൺ ബൈ ഷാഹി കബീർ. യെസ്, ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിട്ടിരിക്കുന്ന അവിടെയാണ്, ഇതിൻ്റെ റൈറ്റർ ആരാന്ന രീതിയിൽ. സ്ഥിരമായി പോലീസ് സബ്ജക്റ്റുകൾ എഴുതി ഹിറ്റ് ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചെയ്യുന്ന നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ജോസഫ് നായാട്ട്, ഇതിൻ്റെ എല്ലാ റൈറ്റർ ഷാഹി കബീറാണ്. റൈറ്ററിൻ്റെ റൈറ്റർ, അത് കൊള്ളാം. അതുപോലെ ഈ പോസ്റ്റർ നോക്കി, എന്ത് കിടിലം പോസ്റ്ററാന്ന് നോക്കി. ഭയങ്കര ഈ പോസ്റ്റർ കണ്ടാലേ അറിയാം ഈ സിനിമയ്ക്ക് എന്തോ ഒരു സ്റ്റഫ് ഉള്ള കാര്യം. ചില പോസ്റ്റർ അങ്ങനെയാണ്, ഒരു സിനിമയ്ക്ക് വലിയ പ്രൊമോഷനൊന്നും വേണ്ട, ഒറ്റ പോസ്റ്റർ മതി ആ സിനിമയ്ക്കകത്ത് എന്തോ ഒരു കിടിലായിട്ട് ഇരിപ്പുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ. പോസ്റ്റർ ഡിസൈനിങ് സത്യം പറഞ്ഞ ഒരു കലയാണ്, ഒരു ആർട്ട് ഫോമാണ് ശരിക്കും. ഒരു സിനിമയുടെ ഫസ്റ്റ് നമ്മൾ കാണുന്ന പോസ്റ്റർ ആയിരിക്കുമല്ലോ, പിന്നെ ആയിരിക്കും പാട്ട് അല്ലെങ്കിൽ ട്രെയിലറൊക്കെ വരുന്നത്. ആദ്യം ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് പോസ്റ്റർ ആയിരിക്കും. ഗംഭീര പോസ്റ്ററാണ്, ജയസൂര്യാണ്. അതും ആ പോസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോക്സിൽ കേരള സർക്കാരിന് എഴുതിയിരിക്കുന്ന അതിൻ്റെ താഴെ ഏലസ് കാണാം. 1, 2, 3 ഏലസ് ഉണ്ട്. സാധാരണ ഈ പോലീസ് ഫയലുകളിൽ ഏലസ് വരാറില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. നോക്കാം, ഷാഹി കബീറിൻ്റെ അടുത്ത ഹിറ്റാണോ റൈറ്റർ എന്നുള്ളത്. എന്തായാലും കിടിലം പോസ്റ്ററാണ്. ആ സൈഡ് തെറിച്ചു പോയെന്നൊക്കെ ആ എഫക്ട്സ് നോക്കിയേ, സൂപ്പർ. ഓക്കെ, അടുത്ത നോക്കാം. നാൻസി റാണി, ഒരു ഫീമെയിൽ ടൈറ്റിലാണ്. ശരിക്കും ഈ പോസ്റ്റർ ഇല്ലാത്തൊരു കാര്യം ഉണ്ട്, ഈ നാൻസി റാണിയായിട്ട് അഭിനയിക്കുന്നത് അഹാനയാണ്. അത് ഈ പോസ്റ്ററിൽ ചിലപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുന്നതായിരിക്കാം.
എന്തായാലും ഒരു കണ്ടിട്ടൊരു കോമഡി ബേസ്ഡ് മൂവിയാന്ന് തോന്നുന്നു. ഇന്ദ്രൻസും ഏത് ക്യാരക്ടർ എടുത്താലും ഇപ്പോൾ ഇന്ദ്രൻസ് ആപ്റ്റാണ്. സീരിയസ് ആണോ, കോമഡി ആണോ, സെന്റിമെന്റ് ആണോ, മാസ് ആണോ, അങ്ങനെ എന്തിനും ആപ്റ്റ് ആയ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇന്ദ്രൻസിന്റെ പെർഫോമൻസും കരിയറും മാറിയിട്ടുണ്ട്. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ദ്രൻസിനെ എങ്ങനെ കണ്ടാലും. അത് ഈ സിനിമയുടെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഇതിന്റെ റിലീസ് വരുന്നത് മാർച്ച് 14-നാണ്. അപ്പം അടുത്ത മാസം ഉണ്ട്. അടുത്ത മാസമല്ല, ഈ മാസം ഉണ്ട്, 1-ാം തീയതി ആയല്ലോ. അപ്പോൾ ഈ മാസം തന്നെ ഉണ്ട്. ഇതിന്റെ ഓഡിയൻസ് റിയാക്ഷനും ട്രെയിലർ റിയാക്ഷനൊക്കെ പുറകെ വരുന്നതായിരിക്കും. എപ്പോഴും ഒരു സിനിമയുടെ പോസ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആമേൻ സിനിമയുടെ, നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമേൻ സിനിമയിലെ പോസ്റ്ററാണ്. നമ്മൾ അതുവരെ കണ്ടിരുന്ന ഒരു സ്റ്റൈൽ ഓഫ് പോസ്റ്റർ എന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ആ സിനിമയുടെ പോസ്റ്റർ. ചില വിഷ്വൽസ് അങ്ങനെ നമ്മളെ മൈൻഡിൽ നിൽക്കും. പിന്നെ അവസാനം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു പോസ്റ്ററാണ് ആട്ടം സിനിമയുടെ പോസ്റ്റർ. അതിനകത്തൊരു 10-12 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ 10-12 കഥാപാത്രങ്ങളുടെ മുഖവും ഒരു സിംഗിൾ പോസ്റ്ററിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ആ സിനിമയ്ക്കകത്ത് ഈ 10-15 പേരെ എങ്ങനെയാണ് ആ പോസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്യുന്നുള്ളത് ഭയങ്കര രസമായിട്ടാണ്. അതും ആ പേര് പോലെ തന്നെ, ആട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ ഗംഭീര ഒരു പോസ്റ്റർ ഡിസൈനിങ് ആയിരുന്നു ആട്ടത്തിൻ്റെത്. സോ നമുക്ക് നോക്കാം ഈ സിനിമകളിൽ ഏതൊക്കെ ആയിരിക്കും ഈ മാർച്ചിലെ ഹിറ്റ് ലിസ്റ്റിൽ കയറാൻ പറ്റുകയാണ്. ഇതിൻ്റെ എല്ലാ സിനിമകളുടെയും ട്രെയിലറും ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂ ഈ ചാനലുണ്ടാവും. സോ വെയിറ്റ്.